എങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് നമുക്ക് പൂവരശിൻ്റെ ഇല കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇനി അതില്ലെങ്കിൽ നമുക്ക് എന്താണ് ഓപ്ഷൻ ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പൂവരശിനെ കുറിച്ചാണ്. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരാണ്, അല്ലെങ്കിൽ ഒരു ഔഷധ സസ്യമാണ് പൂവരശ്. പണ്ട് മുതലേ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ തൊടികളിൽ അതിർത്തികളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മരമാണ് പൂവരശ് എന്ന് പറയുന്നത്. ഔഷധ ഗുണം കൊണ്ടും ഇതിൻ്റെ ഈ മരത്തിൻ്റെ തടിയുടെ ഗുണം കൊണ്ടും പഴമക്കാർക്കൊക്കെ ഇത് വളരെ ഫെമിലിയറാണ്. നമ്മളിന്ന് ഇക്കോളജി പഠിക്കുന്ന നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പൂവരശിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ്. പൂവരശിൻ്റെ 4 ഇല 10 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിവെള്ളമാക്കാനാണ് ദയാൽ സാർ ഫാർമർ ഫസ്റ്റിൻ്റെ വെബിനാറുകളിലെല്ലാം നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ലിവർ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ടോക്സിൻസ് എത്തുന്നുണ്ട്. ആ ടോക്സിൻസ് നിർവീര്യമാക്കാനും ലിവർ ക്ലെൻസ് ചെയ്യാനായിട്ടാണ് ദയാൽ സാറിൻ്റെ വെബിനാറുകളിലെല്ലാം പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആ മരം നമ്മളെല്ലാവരും അവരവരുടെ തൊടിയിൽ അവരവരുടെ പറമ്പിൽ 1-2 വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 25, 30, 40 വർഷം കഴിയുമ്പോൾ നമുക്കതൊരു അസറ്റായി മാറുകയും ചെയ്യും. യഥാർത്ഥ പൂവരശിൻ്റെ മരത്തിൻ്റെ ഇലയുടെ അതിൻ്റെ റിയൽ കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പൂവരശ് എങ്ങനെയാണ് അത് കുഴിച്ചിടേണ്ടത്, എങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് നമുക്ക് പൂവരശിൻ്റെ ഇല കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇനി അതില്ലെങ്കിൽ നമുക്ക് എന്താണ് ഓപ്ഷൻ ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പൂവരശ് എന്ന് പറഞ്ഞ മരം, ഔഷധ സസ്യം. ഇതിൻ്റെ ഇല നിങ്ങൾക്ക് കാണാം, ഒരു ഹാർട്ട് ഷേപ്പിലായിരിക്കും ഇല വരുന്നത്. അതുപോലെ ഒരു ഗ്ലേസിങ് എഫക്റ്റ് ഈ ഇലയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ 4 ഇലയാണ് നമ്മൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ 4 ഇല പറിക്കുകയാണ്. അപ്പോൾ ഈ 4 ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പൂവരശിൻ്റെ ഇല 4 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. 4 പച്ച ഇലയാണ് എടുത്തിരിക്കുന്നത്. പഴുത്ത ഇലയാണ് ഒന്നുകൂടെ നല്ലതായിരിക്കും. പഴുത്ത ഇല നമ്മൾ വെള്ളമിട്ട് തിളപ്പിച്ചാൽ വേഗം അതൊരു ചായയുടെ ഒരു ബ്രൗൺ കളറൊക്കെ വരും. നമുക്ക് പച്ച ഇട്ടാൽ അത്രയും കളർ വരില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ പൂവരശിൻ്റെ ഇല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഔഷധ ഗുണമുണ്ട്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി തട്ടയിൽ ഈ ഒരു പൂവരശിൻ്റെ ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മാവ് ഇഡ്ഡലിക്കുള്ളത് ഒഴിച്ച് അങ്ങനെയൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അത്രയും ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഈ പൂവരശ്. അപ്പോൾ ഇത് 10 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ 4 ഇല ഇടുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇല മാറ്റി ആ വെള്ളം ഉപയോഗിക്കാം. പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക, അവരവരുടെ ഡോക്ടേഴ്സുമായിട്ട് ഇതിൻ്റെ ഉപയോഗം ഒന്നുകൂടെ ഉറപ്പുവരുത്താവുന്നതാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും അസിസ്റ്റൻസ് വേണ്ടവർക്ക് ഫാർമർ ഫസ്റ്റിൻ്റെ ഡോക്ടേഴ്സ് ഉണ്ട്, അവരായിട്ടും നിങ്ങൾക്ക് സംസാരിച്ച് സംശയ നിവാരണം നടത്താവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് അടച്ചു വയ്ക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് തിളച്ചതിന് ശേഷം നോക്കാം. അപ്പോൾ നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഈ ഒരു മോഡലിലാണ് നമ്മൾ നിർദ്ദേശിക്കുക. അപ്പോൾ ഇത് ഇനി ഈ ഇല മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കളർ കാണാമല്ലോ, ഒരു ലൈറ്റ് ഗ്രീനിഷ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിൽ വരിക. അപ്പോൾ ഇത് ഇനി നമുക്ക് ചൂടോടെയോ അല്ലെങ്കിൽ ചൂടാറി കഴിയുമ്പോൾ ഒരു ദിവസത്തെ കുടിവെള്ളമാക്കാനാണ് ഇക്കോളജി പഠിപ്പിക്കുന്ന നമ്മുടെ വിദഗ്ധരെല്ലാവരും നിർദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇല മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിൻ്റെ കളറ് കാണാം, ഒരു ചെറിയൊരു ലൈറ്റ് ഗ്രീനിഷ് ആയിട്ടുള്ളൊരു കളറാണ് എന്നുള്ളത് കാണാമല്ലോ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഉപയോഗിക്കാം. ഈ ഇല തന്നെ നമ്മൾ ഒരു 10-15 മിനിറ്റ് വെട്ടി തിളച്ചുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ കളറ് ഒരു ഡാർക്ക് കളറിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പൂവരശിൻ്റെ ഇല ഇട്ട് എങ്ങനെയാണ് വെള്ളം തിളപ്പിച്ച് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കണ്ടു. ഇനി പൂവരശിൻ്റെ ഇല ഇല്ലാത്തവർക്കായിട്ട് ഫാർമർ ഫസ്റ്റിൻ്റെ പൂവരശ് ലീഫ് പൗഡർ ഉണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ നേരത്തെ പോലെ തന്നെ 10 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൂവരശ് ലീഫ് പൗഡർ. ഇങ്ങനെ 50 ഗ്രാം ബോട്ടിലാണ് വരുന്നത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഒരു അകത്തൊരു സിൽവർ ഫോയിൽ കാണാം.
അത് കട്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നനഞ്ഞ സ്പൂണോ ഈർപ്പമോ അടിക്കാതെ ശ്രദ്ധിക്കുക. ഇത് ടിന്നാണ്, ഒരു മാതിരിപ്പെട്ടത് നനവൊന്നും വരില്ല, എന്നാലും അതെല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നനഞ്ഞ സ്പൂണിട്ട് അതിൽ എടുക്കാതിരിക്കുക. അപ്പോൾ ഒരു ടീസ്പൂൺ പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നോക്കാം, തിളച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ കളർ, ഏത് ഫോമിലായിരിക്കും അത് വരിക, എന്നിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചത് തിളച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് സ്ട്രെയിൻ ചെയ്ത് അരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു കളർ. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുടിവെള്ളമാക്കാം. ഏതാണ്ട് ഈ ഒരു കളർ തന്നെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കുറച്ചും കൂടി മൈൽഡ് കളറാണ് നമുക്ക് ഇല ഇട്ടപ്പോഴും കിട്ടിയത്. ഇനി ഇതേ പൊടി തന്നെ നമ്മളൊരു കുറച്ച് നേരം, അധികം നേരം നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു ഡാർക്ക് കളറിലേക്ക്, ഒരു കട്ടൻ ചായയുടെ ഒരു ലൈറ്റ് കളറിലേക്കൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപയോഗിക്കാം, കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാം. നമസ്കാരം. നമ്മൾ പൂവരശ് പ്ലാന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പൂവരശ് നമുക്ക് രണ്ട് രീതിയിൽ പിടിപ്പിക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് കുരുവിട്ട് മുളപ്പിക്കുന്ന തൈ, ഇത് കുരുവിട്ട് മുളപ്പിച്ച തൈയാണ്, അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കമ്പ് വെട്ടിക്കുത്തിയാലും മുളയ്ക്കും. പക്ഷെ കൂടുതൽ നല്ലത് കണ്ടിട്ടുള്ളത് കുരുവിട്ട് മുളയ്ക്കുന്നതാണ്. കാരണം കുറേ കൂടെ ബുഷിയായിട്ട് നന്നായിട്ട് വളരുകയും തടിയാണെങ്കിലും നന്നായിട്ട് ആവുകയും ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് കുരുവിട്ട് മുളപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്.